ഹലോ, വെൽക്കം ടു ഹൗസ് ഓഫ് നാഷ്. ഈ ബാൻ ചെയ്യുന്ന പരിപാടി നമ്മൾ കുറേ കാലമായിട്ട് കേട്ടിട്ടുണ്ട്. വലിയ വലിയ നടന്മാരെ, മഹാനടന്മാരെ, തിലകൻ സാർ ഉൾപ്പെടെ, ജഗദീഷ് ശ്രീകുമാർ ഉൾപ്പെടെയുള്ള നടന്മാരെ ബാൻ ചെയ്തിട്ടുള്ള കഥകളൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഒരാളെ ബാൻ ചെയ്തിരിക്കുകയാണ് ബോളിവുഡിൽ നിന്നും. അതായത് ദുരന്തർ എന്ന് പറഞ്ഞ ബെഞ്ച് മാർക്ക് മൂവിയോടുകൂടെ വേറൊരു ലെവലിലെത്തിയ രൺവീർ സിംഗ്. പുള്ളിയെ ഇപ്പോൾ FWICE എന്ന് പറഞ്ഞാൽ ബോളിവുഡിൻ്റെ ഉള്ളിലുള്ള ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒക്കെ ഒരു അസോസിയേഷൻ എന്ന് പറയുന്ന സാധനം ആ പുള്ളിയെ ബാൻ ചെയ്തിരിക്കുകയാണ്. എന്താ കാരണം എന്നുള്ള കാര്യം കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. ഡോൺ, വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് ആണ്. സ്റ്റാർട്ടിങ് ഫ്രം അമിതാഭ് ബച്ചൻ്റെ ഡോൺ, ദെൻ ഷാറുഖ് ഖാൻ്റെ ഡോൺ വന്നു. ഓക്കെ, ഡോൺ 3 പ്ലാൻ ചെയ്തിരുന്ന ദ വൺ ആൻഡ് ഓൺലി ദ ഡയറക്ടർ ഫർഹാൻ അക്തറിൻ്റെ ഡോൺ 3 പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു രൺവീർ സിംഗുമായിട്ട്. എക്സൽ എൻ്റർടൈൻമെൻറ്റ്സും ഫർഹാൻ അക്തറും വേറൊരാളും എല്ലാം കൂടി ചേർന്നാണ് എൻ്റെ പ്രൊഡക്ഷനൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. രൺവീർ സിംഗ് വാസ് ദ ലീഡ് ക്യാരക്ടർ അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. ഇറ്റ് വാസ് അനൗൺസ്ഡ് ലൈക്ക് ദാറ്റ്. ബട്ട് എന്തൊക്കെയോ കാരണവശാൽ അതിൻ്റെ കുറച്ച് ഡിലേ ആയതും പുള്ളിയുടെ ബാക്കിയുള്ള ഷൂട്ടിങ്ങിനിടയിലുള്ള ആ ടൈമിങ്ങിൻ്റെ കാരണങ്ങൾ കൊണ്ട് എന്തൊക്കെയോ ഡിലേ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ദ പ്രോജക്റ്റ് വാസ് ലൈക്ക് പുഷ്ഡ്. കുറച്ച് കാലത്തേക്ക് പ്രോജക്റ്റ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഫർഹാൻ അക്തറും ബാക്കി പ്രൊഡ്യൂസേഴ്സും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 45 crores ഒരു കോമ്പൻസേഷൻ രൺവീർ സിംഗിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു തീരുമാനമാകുന്നവരെ പുള്ളിയുടെ എല്ലാ മൂവീസും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഹോൾഡിൽ വെച്ചിരിക്കുകയാണ്. ഷൂട്ടൊന്നും നടക്കുന്നില്ല, തൽക്കാലത്തേക്ക് ഹോൾഡിൽ വെച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മേ ബി ഇഫ് യു കം ടു എ കോമൺ ഗ്രൗണ്ട്, കാശിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റിലായി കഴിഞ്ഞാൽ വീണ്ടും ആകുമായിരിക്കും. പക്ഷേ വേറൊരു ന്യൂസിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞത്, വേറൊരു സ്ഥലത്ത് ഞാൻ വായിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രൺവീർ സിംഗ് ഈ എക്സൽ ഉണ്ടല്ലോ, ഈ പ്രൊഡക്ഷൻ കമ്പനി പുള്ളി അല്ലാണ്ട് വേറെയും ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ ആലോചിച്ചിരുന്നു എന്നുള്ള കാരണവശാലാണ് പുള്ളിയും അതിൽ നിന്നും ബാക്ക് ഓഫ് ആയെന്നൊക്കെ വേറൊരു സ്ഥലത്ത് നിന്നും ഒരു റിവ്യൂസ് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും പുള്ളിയുടെ കരിയർ ഗ്രാഫിൽ എൻ്റെ ആ ടോപ്പിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ബാൻ പോലത്തെ സാധനം വെച്ചിരിക്കുന്നത്. ഒത്തിരി നഷ്ടങ്ങൾ, ഒത്തിരി ഇൻഡസ്ട്രിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, പുള്ളിയുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒത്തിരി ആൾക്കാർക്ക് ഒത്തിരി നഷ്ടമൊക്കെ വരുന്നൊരു പരിപാടിയാണ്. എന്തായാലും അത് എത്രയും പെട്ടെന്ന് സോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എനിവേ, ഡോൺ 3 പുള്ളി ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ല. ബട്ട് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് ഇസ് അമിതാഭ് ബച്ചൻസ് ഡോൺ. Nobody can replace it. And that is for sure. So thanks for watching. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ please let me know under the comment section. Thank you.